ഹായ് ഹലോ എവ്രി വൺ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി, ഈ മയത്ത് മോൺസൂൺ സ്പെഷ്യൽ ആയിട്ടുള്ള എസ്പെഷ്യലി ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സ്പെഷ്യൽ ഇറാനി ചായയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവറിന് വേറെ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഹൈദരാബാദ് സ്പെഷ്യൽ ആയിട്ടുള്ള ചായയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നോർമൽ ചായ പോലെ അല്ല കേട്ടോ, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ചായയാണ്. നല്ല ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. പിന്നെ ഈ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു സോസ് പാനിലേക്ക് 3 ഗ്ലാസ് എത്ര വെള്ളം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ആൾക്കാർക്കാണ് ഇതുണ്ടാക്കുന്നത്, അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ 3 ഗ്ലാസ് വെള്ളത്തിൽ നല്ല പോലെ തിളപ്പിച്ചെങ്കിൽ ഒരു 1.5 ഗ്ലാസ് എത്ര വെള്ളമാവും. പിന്നെ ഇതിലേക്ക് കറക്റ്റായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിന് 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടെടുക്കാം. അതായത് ഞാൻ 3 ഗ്ലാസ് വെള്ളത്തിന് 6 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രം മതി. അതുപോലെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് ഒരു 10 to 15 മിനിറ്റ് വരെ നല്ല പോലെ ബോയിലാക്കണം. 3 ഗ്ലാസ് ഉള്ള വെള്ളം ഒരു 1.5 ഗ്ലാസ് ആകുന്ന വരെ നല്ല പോലെ ബോയിലാക്കണം. പിന്നെ ഇതിൻ്റെ മൂടി കവറാക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. നെക്സ്റ്റ് ഇത് ബോയിലാകുന്ന വരെ വേറെ പ്രോസസ്സിലേക്ക് പോവാം. ഇതേ സമയത്ത് വേറെ ഒരു പാനിലേക്ക് ഒരു 3 ഗ്ലാസ് പാൽ ഇട്ട് കൊടുക്കാം. ഇതും അതേപോലെ 3 ഗ്ലാസ് പാല് ഒരു 1.5 ഗ്ലാസ് ആനത്ര നല്ല പോലെ ബോയിലാക്കണം. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് മൊത്തം പാലും പിന്നെ വെള്ളം കൂടിയിട്ട് 6 ഗ്ലാസ്സോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ബോയിലായ പിന്നെ ഇത് ഒരു 3 ഗ്ലാസ് എത്ര ആവും. അപ്പോൾ കറക്റ്റ് 3 ആൾക്ക് ആവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് ഉണ്ടാവുമല്ലോ, അത് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു 2 ഏലക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇതൊന്നും നല്ല പോലെ ബോയിൽ ചെയ്തിട്ടായ പിന്നെ സ്റ്റവിൽ നിന്ന് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതായത് ഫസ്റ്റ് റെഡിയാക്കിയ ആ കട്ടൻ ഉണ്ടാവുമല്ലോ, അതൊരു ഹാഫ് ഗ്ലാസ് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ്സിലേക്ക് ഹാഫ് ഗ്ലാസ് കട്ടൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എത്ര സ്ട്രോങ് വേണം അത്ര ഒരു ടേസ്റ്റിൽ ഈ കട്ടൻ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കുറച്ച് ഇട്ടെടുത്തെങ്കിൽ ഈ കട്ടൻ ഒന്ന് കുറച്ച് ഇട്ടെടുത്തെങ്കിൽ സ്ട്രോങ് കുറച്ച് കുറവുണ്ടാവും. കുറച്ച് ഒരു 3/4 ഗ്ലാസ് എത്ര ഇട്ടെടുത്തെങ്കിൽ ഈ ചായ ഒന്ന് നല്ല സ്ട്രോങ് ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇട്ടെടുക്കാം. ഇത് ഇട്ടുകൊടുത്ത പിന്നെ ബാക്കി ഇത് നമ്മൾ റെഡിയാക്കിയ ആ പാൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൊത്തം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയ ഒരു സ്പെഷ്യൽ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കൂടെ എൻജോയ് ചെയ്യാം. ഇത് പിന്നെ സ്പെഷ്യൽ ചായ കൊണ്ട് സ്പെഷ്യൽ ടൈമിൽ പിന്നെ സ്പെഷ്യൽ ആളെ കൂടെ പിന്നെ ഈ ഒരു നല്ല മയത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുണ്ടാക്കാൻ കുറച്ച് പേഷ്യൻസ് വേണം കേട്ടോ. പിന്നെ നിങ്ങൾ എത്ര പേഷ്യൻസിൽ പിന്നെ എത്ര സ്നേഹത്തിൽ ഇതുണ്ടാക്കും അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഡെയിലി ഉണ്ടാക്കിയിട്ട് കുടിക്കാനൊന്നും പറ്റില്ല ഇത്. പിന്നെ ഈ ചായ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇതൊരു പ്രാവശ്യം മസ്റ്റ് ട്രൈ ആക്കി നോക്കണം. പിന്നെ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം മസ്റ്റ് ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റിൽ നിങ്ങളെ ഒരു അഭിപ്രായം ഒന്നും പറയണം. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.